ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു കടലക്കറി പരിചയപ്പെട്ടാലോ? അതിന് വേണ്ടിയിട്ട് തലേദിവസം തന്നെ കുതിർത്ത് വെച്ച കടലയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരല്പം മസാല, ഒരല്പം മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടലയിൽ നന്നായിട്ട് എരിയും ഉപ്പൊക്കെ പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കടലക്കറിക്ക് ഒരു കൂട്ടുണ്ടാക്കാവോ? അതിന് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 3 പച്ചമുളക്. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടാണ് എടുക്കേണ്ടത്. ഇനി എണ്ണ വീഴ്ത്തിയിട്ട് കടുകൊന്ന് പൊട്ടിക്കുക. അപ്പോഴത്തേക്കും സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഒരുമിച്ചിട്ട് വഴറ്റണം കേട്ടോ. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാവേ. ആദ്യമേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അങ്ങ് മൂത്ത് പോവേ. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇടുന്നത്. ഇതൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് കടലക്കറിക്ക് ആവശ്യമായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പിടിയോളം തേങ്ങ, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടലയിൽ നിന്ന് ഒരല്പം കടല, ഇത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് അരപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് 1 സ്പൂൺ മസാല കൂടി ചേർക്കേണ്ടതുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരുംജീരകം ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ച പൊടിയാണേ. നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കടലക്കറി റെഡിയായി കേട്ടോ. അപ്പം ഞാനിന്ന് കടലക്കറിയുടെ കൂടെ കഴിക്കാൻ പോകുന്നത് ദോശയാണേ. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങളെല്ലാവരും കഴിച്ചോ? ഞാൻ കഴിക്കാൻ പോവുകയാണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.